കൃഷ്ണ, എന്ത് പണിയാണ് ഞാൻ കാട്ടിയത്? എൻ്റെ കുഞ്ഞ്, അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ കാരണം എൻ്റെ മോളും കൂടി. അയാൾ കാരണമില്ല. അയാൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മാമിൻ്റെ കൂടെയുള്ള ആ കുട്ടി അതാരായിരിക്കും? മോളെ ജാനു, നീ ഇങ്ങനെ കരയല്ലേ? ചാച്ചൻ്റെ മോള് ധൈര്യമുള്ള മോളല്ലേ, പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിങ്ങനെ കരയുന്നേ? എൻ്റെ കുഞ്ഞിങ്ങനെ കരഞ്ഞാ ചാച്ചനും വിഷമാവില്ലേ? എൻ്റെ മോള് കരയുന്ന നിർത്ത്. അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. അത് പോട്ടെ, എൻ്റെ മോൾ അതാലോചിച്ച് കരയണ്ട. ചാച്ചനല്ലേ കൂടെ? എൻ്റെ മോളോട് എപ്പോഴാ ഞാൻ കള്ളം പറഞ്ഞേ? എൻ്റെ മോള് ചോദിക്ക്, എന്താ കാര്യം? മോളെ ജാനു, അത് പിന്നെ ഞാൻ എനിക്കറിയാം, ചാച്ചൻ എന്നിൽ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. എന്നതാ ചാച്ചാ, പറയേ. ശരിയാ, എൻ്റെ മോളിൽ നിന്ന് ഈ ചാച്ചൻ ഒരുപാട് കാര്യങ്ങൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം നീ എല്ലാം അറിയണം. നീ എല്ലാം അറിയേണ്ട സമയം വന്നു കഴിഞ്ഞു ജാനുമോളെ. നീ ചോദിച്ചില്ലേ അതാരാണെന്ന്? അതാണ് നിന്റെ അച്ഛൻ, റാം. അച്ഛനോ? റാമോ? അപ്പോൾ അതാണോ എൻ്റെ അച്ഛൻ? അതെ, അച്ഛൻ തന്നെ. എൻ്റെ മോള് എല്ലാം അറിയേണ്ട സമയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും റാം എന്നെ ഇഷ്ടമായിരിക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത് ദേവേട്ടൻ്റെ അടുത്ത് പറയണം. ഇപ്പം തന്നെ വിളിച്ച് പറയാം നാളെ കാണണമെന്ന്. ഹലോ ദേവേട്ട, ഞാനാ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചേ. ആ പറമിത്തു, എന്താ കാര്യം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ? ഏയ്, ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്നേ. നാളെ നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം കേട്ടോ. ആ അതിനെന്താ, കാണാലോ. അല്ല, പെട്ടെന്ന് എന്താ കാണണമെന്ന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ എൻ്റെ ദേവേട്ട, ഇങ്ങനെ ടെൻഷൻ ആവണ്ട. എൻ്റെ ലൈഫിനെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എനിക്ക് ദേവേട്ടനോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ആണല്ലേ? ഓക്കെ, ഞാൻ വരാം. മിത്തു വന്നിട്ട് കുറേ നേരമായി. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഓഫീസിൽ കുറച്ച് വർക്കുണ്ടായിരുന്നു. ഏയ് അതൊന്നും സാരമില്ല, ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. എന്നതാണാവോ പറയാനുള്ളത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിൻ്റെ കാര്യം. അത് പിന്നെ ദേവേട്ട, എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. അതെനിക്ക് ഒരാളെ ഇഷ്ടമാണ്. എനിക്കറിയാം മിത്തു, നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. നീ പറയുന്ന പേരും എൻ്റേതാകുമെന്ന്. അത് നീ തന്നെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ഓഹോ, അല്ല ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ കൊച്ചി. ഇത് പിന്നെ റാമെന്ന പേര്. റാമോ? അതാരാ? എങ്ങനെയാണ് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതൊക്കെ ഒരു വലിയ സ്റ്റോറിയാണ്. പക്ഷേ എനിക്ക് അയാളെന്ന് വെച്ചാൽ ജീവനാ ദേവേട്ട. അതെയോ? നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെന്താ നോക്കണ്ടേ? ഞാൻ ഉണ്ടാവും കൂടെ. അതെനിക്കറിയാലോ, എൻ്റെ ദേവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ആരെന്നെ വിട്ടുപോയാലും എൻ്റെ ദേവേട്ടനെ എനിക്കറിയില്ലേ. അല്ല, എന്താ മുഖം വാടിയിരിക്കുന്നേ? അതൊന്നുമല്ല, ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആലോചിച്ചേ നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. ആ അതായിരുന്നോ? എന്നാൽ നമുക്ക് ഇറങ്ങാം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞേ. നമുക്ക് പോവാം ദേവേട്ട. മിത്തു, ഒരിക്കൽ പോലും നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലായില്ലേ മിത്തു? പ്രാണനെ പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചതാണ്. നിഴല് പോയ കൂടെ ഉണ്ടായിരുന്നില്ല മിത്തു ഞാൻ. പക്ഷേ അതെൻ്റെ തെറ്റാ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ എൻ്റേതായനല്ലേ മിത്തു. പക്ഷേ എനിക്ക് സങ്കടമൊന്നുമില്ല. ആരുടെ കൂടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാൽ മതി എനിക്ക് ഈ ജന്മം മുഴുവൻ. ഇല്ല ദേവ, അവള് നിൻ്റെ അല്ല. അവളെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ല. ഇല്ല, അവൾ എൻ്റെ അല്ല. നീ എന്നോമൽ പുഞ്ചിരി, ഞാനല്ലേ നിൻ കൂട്ടിനി. ഞാൻ തേടും നീ തീരം നിന്നിലോ. നീയാളും തീയതിൽ ഞാൻ മഴയായി പെയ്യുമോ.
ശരിയാ, ദേവനെ കണ്ടിട്ട് ഇപ്പൊ കുറേ ആയി. അവൻ ചിലപ്പം നിന്റെ എക്സാം ആയിട്ടായിരിക്കും വരാത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കായിരിക്കും. പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ടും വന്നു. 2 ദിവസം കൂടെ ഞാൻ ജോലിക്കും പോകും. ദേവേട്ടനെ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. അയ്യോ എൻ്റെ മിത്തു, അങ്ങനെയൊന്നും അല്ല. കമ്പനിയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞ്. പിന്നെ നിന്റെ എക്സാം ഒക്കെ ആയിരുന്നില്ലേ? അതെനിക്കറിയാലോ, എന്നാലും നീ വെറുതെ ചോദിച്ചതാ ദേവേട്ട. അല്ല അമ്മേ, അങ്കിൾ എവിടെ? അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പൊന്നു മോനെ ദേവ, നിന്റെ അങ്കിളിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ എന്നോട് ഇതൊന്നും പറയാറില്ല നീ. എന്നതാടാ പറ്റിയേ? എന്നതാ പ്രശ്നം? അമ്മേ, അത് കമ്പനിയിൽ ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പേരിലായിരിക്കും അങ്കിള്. വേറെ കുഴപ്പമൊന്നുമില്ല. ആണോ? ഞാനങ്ങ് വല്ലാണ്ട് പേടിച്ചു പോയി. നിങ്ങളിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മിത്തു, നീ ഒന്ന് അവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ദേവേട്ട, പറഞ്ഞോ. നമുക്കിടയിൽ ഈ ഫോർമാലിറ്റി ആവശ്യമുണ്ടോ? എനിക്ക് റാമിനോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിനാണ് ഈ ഫോർമാലിറ്റി? ദേവേട്ട കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാവേ. ഈ റാമെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? ഈയിടെയായിട്ട് കുറച്ച് തിരക്ക് കൂടുതലാണ്. നേരത്തെ പോലെ ഒന്നുമല്ല റാം ഇപ്പോൾ ഫുൾ ബിസിയാ. എന്തായാലും നാളെ വിളിക്കട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഹലോ, റാമല്ലേ? ഞാൻ ദേവനാണ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ദേവൻ, എനിക്കറിയാം, ഇത്ര പറഞ്ഞിട്ടുണ്ട്. അതെയോ? ഞാനിപ്പോൾ വിളിച്ചത് എനിക്ക് തന്നോടൊന്ന് നേരിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എടോ ദേവ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ലീവൊന്നും കിട്ടില്ലടോ. അതെയോ? താനെന്നെങ്കിൽ ലൊക്കേഷൻ അയച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. കുറച്ച് അർജൻറ്റായിട്ട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തേക്കാം. ഓക്കെ, എന്നാൽ നാളെ നേരിൽ കാണാം. ദേവ, റാമല്ലേ? അല്ല, നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ ഞാൻ ദേവനാണെന്ന് കണ്ടുപിടിച്ച്? കണ്ടിട്ടില്ല, പക്ഷേ എന്നെ കാണാൻ വേണ്ടി വരുന്നത് ദേവനാകുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് വിളിച്ചതാ. അല്ല, എന്തേ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അതെയോ റാം, ഞാനീ പറയുന്നത് കേട്ടിട്ട് തനിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. മിത്ര, അവളെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാം. അവൾ വന്ന് റാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. എനിക്കറിയാം നീ അവളെ നല്ലപോലെ തന്നെ നോക്കുമെന്ന്. ബട്ട് ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒരു നോട്ടം കൊണ്ട് പോലും നീ അവളെ വേദനിപ്പിക്കരുത്. നിഴല് പോലെ നീ അവളുടെ കൂടെ ഉണ്ടാകണം. എപ്പോഴെങ്കിലും നിനക്ക് അവളൊരു ഭാരമായി തോന്നിയാൽ എന്നെ വിളിക്കണം. ഞാൻ വന്ന് എൻ്റെ മിത്തുവിനെ കൊണ്ടുപോയിക്കൊള്ളാം. റാം. ദേവ, എന്താ ഇത്? മിത്തു എനിക്ക് ഭാരമാവുന്നു? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലടോ. അവളെനിക്ക് ജീവനാണ്. പിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല. അത് ഞാൻ തനിക്ക് തരുന്ന വാക്കാണ്. റാം, എനിക്ക് നിൻ്റെ ഈ വാക്കുകൾ മാത്രം മതി. എൻ്റെ മിത്തുവിനെ നീ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ദേവ, ഒരു മിനിറ്റ്. എന്താ റാം കാര്യം? ദേവ, ഒരിക്കലെങ്കിലും നിനക്ക് മിത്രയോടൊന്ന് പറയായിരുന്നു അവളെ നിനക്ക് ഇഷ്ടമാണെന്ന്. റാം, എന്തായി പറയുന്നേ? എനിക്ക് മിത്തുവിനോട് ഇഷ്ടമോ? അങ്ങനെയൊന്നുമില്ല റാം. ദേവ, നീ എത്ര വിളിക്കാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകൾ അതിന് സമ്മതിക്കില്ല. നിന്റെ കണ്ണുകളിലുണ്ട് അവളോട് നിനക്കുള്ള ഇഷ്ടം. നീ പറഞ്ഞത് ശരിയാ റാം. മിത്തുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ ഇപ്പോൾ എനിക്ക് അവളോട് ഇഷ്ടമില്ല. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ എൻ്റെ മിത്തുവിനെ നിനക്ക് തരുന്നത്. നീ പൊന്നുപോലെ നോക്കണം അവളെ. ഒരിക്കലും അവളെ വിഷമിപ്പിക്കരുത്. ദേവ, എനിക്കെന്നല്ല, ഈ ലോകത്ത് നീ അവളെ നോക്കുന്ന പോലെ മറ്റാർക്കും നോക്കാൻ പറ്റില്ല ദേവ. കാരണം നീ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല. അപ്പോൾ എങ്ങനെ അളിയാ, എൻ്റെ കൊച്ചിനെ നീ പൊന്നുപോലെ നോക്കില്ലേ? വെറുതെ പറഞ്ഞാറാ. എനിക്കറിയാനേ നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന്. നിൻ്റെ കയ്യിൽ അവൾ സേഫ് ആയിരിക്കുമെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ആരുമില്ല എന്നുള്ള ചിന്ത വേണ്ട. നമ്മളൊക്കെ ഇല്ലേ? എന്നാൽ ശരി, ഞാൻ ഇറങ്ങാം. കുറച്ച് തിരക്കുണ്ട്, കാണാം നമുക്ക്. അമ്മ, ഞാൻ ഇറങ്ങുവാ. പപ്പ ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ, ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ വരണേ. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷെ നോക്കാട്ടോ. റാം എന്താ ഈ സമയത്ത് വിളിക്കുന്നേ? എന്തിനാ വിളിച്ച ഇപ്പോ? സോറി മിത്ര, കുറച്ച് തിരക്കായി പോയി, അതാ എടുക്കാഞ്ഞേ. സോറി ഒന്നും വേണ്ട, എനിക്കറിയാലോ തനിക്ക് തിരക്കുണ്ടാവുന്നു. ഞാനിപ്പോ ഹോസ്പിറ്റലായിരിക്കും അല്ലേ? കഴിച്ചോ വല്ലതും?
ആ ഞാൻ കഴിച്ചു. റാം കഴിച്ചോ? ആടോ, ഞാനും കഴിച്ചു. റാം, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാവേ. അമ്മ എന്തോ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശരി കേട്ടോ. ഇതെന്താ പെട്ടെന്ന് ചെല്ലാൻ? പപ്പയും പറഞ്ഞു നേരത്തെ വരണമെന്ന്. എന്തായാലും ഒന്ന് പോയി നോക്കാം. പപ്പ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അത് പപ്പയുടെ ഒരു ക്ലോസ് ഫ്രണ്ടും മോനും വന്നിട്ടുണ്ട്. മോളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വിളിപ്പിച്ചേ പപ്പ. മോള് കുഞ്ഞായിരുന്നപ്പോഴല്ലേ ഞങ്ങൾ കണ്ടേ, അതാ അങ്കിള് വിളിക്കാൻ പറഞ്ഞേ. ഇതെന്റെ മോൻ അഗസ്റ്റിൻ. ഹലോ മിത്ര, ഞാൻ തന്നെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. തനിക്കെന്നെ ഓർമ്മയുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഓ സോറി അഗസ്റ്റിൻ, എനിക്കെന്തോ ഓർമ്മയില്ല. അമ്മ ഞാൻ റൂമിലോട്ട് പോവാ. ചേ കുറച്ചു മുന്നേ അല്ലേ വിളിച്ചേ, അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആക്കിയോ? പാവം തിരക്കിലായിരിക്കും. പപ്പ അമ്മ ഞാനെന്നാ ഇറങ്ങുവാണേ. മോളെ നീ ഇന്ന് ലീവ് എടുക്കുക. പിന്നെ ദേവനെ വിളിക്കാൻ മറക്കണ്ട. നമുക്കിന്ന് എൻഗേജ്മെന്റിന് ഡ്രസ് എടുക്കാൻ പോവാം. ആ അതെയോ, ദേവേട്ടന്റെ എൻഗേജ്മെന്റ് ആണോ? എന്നോടൊന്നും പറഞ്ഞില്ല. ദേവന്റെ അല്ല, മോളുടെയാ. എന്ത് എന്റെയോ? എന്തൊക്കെയാ പപ്പ പറയുന്നേ? മോളെ, നിന്റെയും അഗസ്റ്റിന്റെയും എൻഗേജ്മെന്റ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. വാട്ട്? എന്റെ അനുവാദമില്ലാതെയാണോ പപ്പ ഇതൊക്കെ ചെയ്യുന്നത്? പപ്പയ്ക്ക് എന്നോടൊരു വാക്കുകൾ ചോദിക്കായിരുന്നില്ലേ? മിത്തു, ഇങ്ങനെയാണോ പപ്പയോട് സംസാരിക്കേണ്ടത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അമ്മ എനിക്കൊന്നും പറഞ്ഞതാ. എൻ്റെ അടുത്ത് ചോദിക്കാതെയാണോ എൻ്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത്? അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തൊരു വാക്കുകൾ ചോദിച്ചൂടെ പപ്പയ്ക്ക്? എന്താ ഇവിടെ രാവിലെ തന്നെ? എന്താ പ്രശ്നം? എന്റെ ദേവ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവളുടെ എൻഗേജ്മെന്റ് ഇവളോട് ചോദിക്കാതെ ഫിക്സ് ചെയ്തെന്ന് വെച്ചിട്ടാ. ഇവൾക്ക് നല്ലതല്ല ഞങ്ങൾ ചെയ്യൂ. എൻഗേജ്മെന്റോ? പെട്ടെന്ന് എന്താ ഇങ്ങനെ? ദേവ, നിനക്കറിയാലോ, ഇപ്പം നമ്മുടെ കമ്പനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് വേണം. അതിന് എൻ്റെ പാർട്ട്ണർ ആവാമെന്ന് പറഞ്ഞ ആളാണ് മാർട്ടിൻ. പിന്നെ അതിൻ്റെ പേരിലൊന്നുമല്ല ഈ കല്യാണവും എൻഗേജ്മെൻറ്റും. അവൻ്റെ മോൻ അഗസ്റ്റിൻ, അവൻ മിടുക്കനാണ്. എനിക്ക് അവനെ ഇഷ്ടമായി. ഞാൻ ചോദിച്ചപ്പോൾ മിത്തുവിനെ അവൻ ഇഷ്ടമായെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വാല്യൂ ഇല്ലേ വീട്ടിൽ? നിനക്ക് നല്ലതല്ലേ ഞങ്ങൾ ചെയ്യും. പിന്നെ നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം തന്നെയല്ലേ നിന്റെ ഇഷ്ടവും. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. എൻ്റെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റാം മാത്രമായിരിക്കും. പപ്പ എത്ര വാശി പിടിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. റാമോ? അവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ മിത്തു, അവനെ നീ മാറുന്നേ പറ്റൂ. ഇല്ല ഇല്ല ഇല്ല, ഈ ജന്മം എനിക്കെൻ്റെ റാമിനെ മറക്കാൻ പറ്റില്ല. ഇനി എൻ്റെ പപ്പ എത്ര വാശി പിടിച്ചാലും ഞാൻ റാമിനെ മറക്കില്ല. പ്ലീസ് പപ്പ, എന്നോട് മറക്കാൻ മാത്രം പറയരുത്. അങ്കിൾ പ്ലീസ്, അവളുടെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. മിത്തു, നീ റൂമിലോട്ട് പോക്കോ. ഇല്ല കൃഷ്ണ, എന്തിനാ എന്നോട് ഇങ്ങനെ? ഒരു നോട്ടം കൊണ്ട് പോലും നോവിക്കാത്ത എൻ്റെ പപ്പ എൻ്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുക. റാമിനെ വിളിക്കണം. ഹലോ 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 റാം. ഹലോ മിത്ര, എന്തിനാ നീ കരയുന്നേ? ഹലോ മിത്ര. റാം, ഇവിടെ എൻ്റെ എൻഗേജ്മെന്റ് ഫിക്സ്. റാം, എനിക്കത് പേടിയാവുന്നു. എന്ത് എൻഗേജ്മെന്റോ? റാം റാം റാം, എന്തെങ്കിലും ഒന്ന് പറ റാം. റാം, എന്താ പറ്റിയ? റാം, എൻ്റെ കൃഷ്ണ, എൻ്റെ റാമിന് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെ? മിത്തു, നീ ഇതെങ്ങോട്ടായി രാവിലെ തന്നെ? എൻ്റെ അടുത്ത് നീ വാശി കാണിക്കുകയാണോ? ഞാൻ എവിടെ പോയാലും പപ്പയ്ക്ക് എന്താ പിന്നെ വാശി? പപ്പയുടെ മോളല്ലേ ഞാനും, അപ്പം എനിക്കും ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടി വരും. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളാണ് പപ്പ വലുത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ കിട്ടില്ല. നീ ആരോടെ ഈ വാശി കാണിക്കുന്ന നിനക്ക് നല്ല ബോധമുണ്ടല്ലോ. പിന്നെ എൻഗേജ്മെന്റ് ഞാൻ മാറ്റിവെച്ചു. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ നിന്റെ കല്യാണം അത് ഞാൻ ഉറപ്പിച്ചിരിക്കും. അത് ഈ വർമ്മയുടെ വാശിയാ തന്നെ കൂട്ടിക്കോ നീ. എന്ത് കല്യാണം? എന്തിനാ പപ്പ എന്നോട് ഇങ്ങനെ? 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാവും. എനിക്ക് റാമിനെ മറക്കാൻ പറ്റില്ല കൃഷ്ണ. ഹലോ റാം, താൻ ഓക്കെ അല്ലേ? ഇന്നലെ എന്തുണ്ടായി? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കിവിടെ പറ്റില്ല റാം. എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ റാം. ഇവിടെ പപ്പ എനിക്ക് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല റാം. എല്ലാ ബെസ്റ്റും തൻ്റെ കൂടെ വരാറാം. തന്നെ മറന്ന് എനിക്ക് വേറെ ലൈഫ് എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ റാം. പ്ലീസ് റാം, താൻ നാളെ റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല റാം. മിത്ര, അങ്ങനൊന്നും താൻ പറയില്ലേ. ഞാൻ വരാം. മിത്ര. മിത്ര, താനിങ്ങനെ കരയില്ലേ.
അറിയാത്ത എനിക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ചിറങ്ങുമെന്ന് തന്നോട് ഞാൻ അങ്ങനെ ചെയ്ത ആ ദൈവം എന്നോട് പൊറുക്കോടോ? റാം, നമുക്ക് പോവാം, എവിടെയെങ്കിലും പോവാറാം. നമുക്ക് ആരുടെയും കണ്ണെത്താ ദൂരത്ത് പോയി ജീവിക്കാറാം. എനിക്ക് പേടിയാവാറാം. പോകാം പോകാം മിത്ര, താൻ താൻ വിഷമിക്കാതിരിക്കേ. അങ്കിൾ, മിത്തു എവിടെ? മിത്തു, അവള് നിന്നെ കാണാൻ വന്നല്ലോ. എന്നെ കാണാൻ വന്നെന്നോ? എന്താ അങ്കിളീ പറയുന്നത്? അപ്പോൾ പറഞ്ഞു വരുന്നത് മിത്തു ഇവിടെ ഇല്ലെന്നാണോ? എന്ത് ദ്രോഹം അങ്കിൾ നിങ്ങൾ അവളോട് ചെയ്തത്? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങൾ ഒരു വട്ടമെങ്കിലും മോളെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്കെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എവിടെയും പോവില്ലായിരുന്നു. ഒന്ന് ആലോചിച്ചു അങ്കിൾ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവനാരെന്ന് നിങ്ങളൊക്കെ അറിയും. ദേവ, നീ ശരിക്കും പറയാണോ? എൻ്റെ കുഞ്ഞ് നിന്നെ കാണാൻ വന്നിട്ടില്ലേ? സത്യമാണ് ഞാൻ പറഞ്ഞത്, അവൾ എൻ്റെ കൂടെ ഇല്ല. പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള കാരണക്കാരൻ നിങ്ങൾ മാത്രമായിരിക്കും, ഓർത്തോ? 1000 വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്താൻ നീ കാത്തോണേ. എത്രയോ ജന്മമാ നിൻമുഖമിതു തേടി. റാം, ഞാൻ വിളിക്കാം. മിത്തുവിനെ കാണുന്നില്ല റാം. ദേവ, താൻ ടെൻഷൻ ആവണ്ട, അവൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. എന്ത് പണിയാ മിത്തു നീ കാണിച്ചേ? ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്ന് എനിക്കറിയോ? സോറി ദേവേട്ട, എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. സാരല്ല മിത്തു, നീ വിഷമിക്കാതിരിക്കേ. ദേവ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഏയ് ഇല്ല, നീ വന്നില്ലായിരുന്നെങ്കിൽ ഇവളെന്തേലും മണ്ടത്തരം ചെയ്തേനെ. എന്തായാലും നമുക്ക് കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താല്ലേ? മിത്ര, താനിപ്പം ഹാപ്പി അല്ലേ? കാണറാം, പക്ഷേ എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം തനിക്കെല്ലാവരെയും നഷ്ടമായല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല റാം, എൻ്റെ കൂടെ എന്നും ഉണ്ടാവില്ലേ? ആ ഓക്കെ സാർ, ഞാൻ ഇന്ന് തന്നെ വരാം. എന്താ റാം, രാവിലെ തന്നെ എവിടെ പോകണ കാര്യമാണ് പറയണേ? മിത്ര, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. റാം, താൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? മിത്ര, തനിക്ക് എൻ്റെ തിരക്കുകളെ പറ്റി എല്ലാം അറിയണമല്ലേ? ഞാൻ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും പോവില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ ദേവനും ഉണ്ടല്ലോ ഇവിടെ. സോറി റാം, എനിക്ക് മനസ്സിലാവും. പോയിട്ട് വേഗം വരണേ. ഹായ്, ഞാൻ സ്നേഹ. ഇവിടെ റൂം റെന്റിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, പിന്നെ 2 റൂം എക്സ്ട്രാ കിടക്കുക, അതുകൊണ്ട് റെന്റിന് കൊടുക്കാന്ന് വെച്ചു. മുകളിലെ റൂം കേട്ടോ. ആ അതെയോ, എന്നാൽ ഞാൻ റൂമിലോട്ട് പോവാം, കുറച്ച് കഴിഞ്ഞ് കാണാട്ടോ. ആ ഓക്കെ ചേച്ചി. എത്ര ദിവസമായി റാം എന്നെ വിളിച്ചിട്ട്? എന്തായാലും അങ്ങോട്ട് വിളിക്കാം. ഹലോ റാം, എത്ര ദിവസമായി എന്നെ ഒന്ന് വിളിച്ചിട്ട്? മിത്ര പ്ലീസ് ഒന്ന് നിൽക്ക്, ഞാൻ കുറച്ച് തിരക്കില്ല. ഹലോ മൈ ഡിയർ വൈഫ്, നിങ്ങളാരാ? വൈഫോ? നിങ്ങളാരാ? നിങ്ങളെയല്ല, ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചാ. ഇത് എൻ്റെ വീടാ. ചേച്ചി, ഇത് റാം, എൻ്റെ ഹസ്ബൻഡ്. അയ്യോ സോറി റാം, എനിക്ക് മിത്ര മാരീഡ് ആണെന്ന് അറിയില്ലായിരുന്നു. ഏയ് സ്നേഹ, അതൊന്നും സാരില്ലെന്നേ, അറിയാതെയല്ലേ. ഞാൻ വിചാരിച്ചു തനിക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. ഏയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അല്ല, എന്താ പെട്ടെന്ന് വന്നേ? എന്തോ എനിക്ക് തന്നെ കാണാൻ തോന്നി. ഒരാഴ്ച ലീവ് എടുത്ത് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പോവല്ലേ? എന്നാ ഇരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് തരാം. ആ താൻ ഇറങ്ങിയോ? ഞാൻ വിചാരിച്ചു റാം വന്നോണ്ട് പോകില്ലെന്ന്. ലീവ് എടുക്കാന്ന് വെച്ചാ ചേച്ചി, പെട്ടെന്ന് ഒരു അർജന്റ് കോൾ വന്നു, അതാ പോണേ. എന്താണോ ഇവിടെ ഒരു ചർച്ച? നമ്മളെയും കൂടെ കൂട്ടുവോ? റാം എണീറ്റോ? എന്നാ ഞാൻ ചായ എടുക്കട്ടെ? ഏയ് വേണ്ട മിത്ര, താൻ എന്തായാലും ഇറങ്ങിയില്ലേ, ഞാൻ റാമിന് ചായ കൊടുക്കാം. റാം, ചായ എങ്ങനെയുണ്ട്? ചായ കൊള്ളാം, തന്നെ പോലെ തന്നെ. ബട്ട് എൻ്റെ മിത്രയുടെ അത്ര ഒന്നുമില്ല കേട്ടോ. റാം എന്താ ഇത്ര നേരമായിട്ട് എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ? റാം എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇവിടെ ആരും ഇല്ലേ? റാം റാം. ആ മിത്ര വന്നു. റാമിന് ചെറിയൊരു പനി പോലെ, പിന്നെ നല്ല ടെമ്പറേച്ചറും ഉണ്ട്. ഞാനൊരു തുണി നനച്ച നെറ്റിയിൽ വെച്ചത്. ഏയ് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല മിത്ര, ചെറിയൊരു പനിയും ടെമ്പറേച്ചറും അത്രേ ഉള്ളൂ. എന്നാ ചേച്ചി വെക്കോ, ഞാൻ നോക്കിക്കോളാം. മുഖം കണ്ടിട്ട് എൻ്റെ മിത്രയ്ക്ക് ഒട്ടും അസൂയില്ലെന്ന് തോന്നുന്നു. അത് തനിക്കെന്താ? എന്തെങ്കിലും വയ്യെങ്കിൽ എന്നെ വിളിച്ചോളെ, അവരെയാണ് വിളിക്കണ്ടേ?
അയ്യോ, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല സ്നേഹം വന്നത്, താനേ വന്നത്. അപ്പൊ പറഞ്ഞൂടെ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന്? ഒരബദ്ധം ഏത് പട്ടാളക്കാരനും പറ്റും. എന്നോട് ക്ഷമിക്കും മിത്ര. ക്ഷമിച്ചു. അല്ല, എന്തായാലും നാളെ ഞാൻ ലീവ് എടുക്കാം കേട്ടോ. ലീവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നും എനിക്കില്ല മിത്ര, ഞാൻ ഓക്കെയാണ്. റാം നല്ലപോലെ പനിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തായാലും ലീവ് എടുക്കാം. മിത്ര വേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ട് തന്നെ വിളിച്ചോളാം. ശരി, എന്തായാലും ഉണ്ടായി വിളിക്കണേ. എൻ്റെ കൊച്ച് മിടുക്കിയായിട്ട് പോയിട്ടോ. അല്ല, ഇതെന്താ ദേവൻ പതിവില്ലാതെ വിളിക്കണേ? ഹലോ റാം, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇന്ന് മിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. നീ എല്ലാം സെറ്റ് ചെയ്യ്, ഞാനങ്ങ് വന്നേക്കാം. അതെയോ, പറഞ്ഞത് നന്നായി. ഞാനെന്തെല്ലാം സെറ്റ് ചെയ്യാൻ ദേവാ. അല്ല റാം, ഇത് എങ്ങോട്ടായി ഓടിപ്പിടിച്ച് പോകുന്നത്? അല്ല, ഇന്ന് മിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു കേക്ക് വാങ്ങാൻ. അതെയോ, എന്നാ കേക്ക് എൻ്റെ വക ആയിക്കോട്ടെ. റാമിനെ വിളിച്ചിട്ട് പനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇതെന്താ സ്വിച്ച് ഓഫ്? ഈ റാമിനെ തീരെ വയ്യാതെ ആയിട്ടുണ്ടാവും, എന്തായാലും പോയി നോക്കാം. എനിക്ക് ഇനിയും വയ്യ ഇങ്ങനെ അഭിനയിക്കാൻ. മിത്രയോടൊന്ന് പറഞ്ഞുകൂടാ എനിക്ക്? സ്നേഹ, താൻ പേടിക്കണ്ട, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും. അത് സമയമാകുമ്പോൾ ഞാൻ നമ്മുടെ കാര്യം മിത്രയോട് പറയാം. റാം, തന്നെ വിട്ട് എങ്ങോട്ടും പോകലേ റാം. ഞാൻ എങ്ങോട്ട് പോകാനുള്ളൂ? തന്നെ വിട്ട് താനില്ലാത്തൊരു ജീവിതം എനിക്കില്ലടോ. ലവ് യു റാം. സ്നേഹ. റാം, എന്തേ നടക്കണേ? ഞാനിപ്പോൾ കേട്ടതൊക്കെ. മിത്ര, നീ വന്നോ? തൊട്ടു പോകരുത് തന്നെ. ഇവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാനെല്ലാം കേട്ടു റാം, ഇനിയൊന്നും എനിക്ക് കേൾക്കണം എന്നില്ല. മിത്ര, താൻ വിചാരിക്കുന്ന പോലെയല്ല. ഞാനും സ്നേഹിയും ജസ്റ്റ് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി. റാം, എനിക്ക് വയ്യ ഇനി ഇങ്ങനെ അഭിനയിക്കാൻ. മിത്രയോടെല്ലാം തുറന്നു പറഞ്ഞേക്ക്. സ്നേഹ, താൻ എന്തേ പറയുന്നത്? നമുക്ക് മിത്രയോട് പറയാം, മിത്രക്കെല്ലാം മനസ്സിലാവും. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ അഭിനയിക്കാൻ. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല റാം. റാം, അപ്പോൾ എന്നെ സ്നേഹം കാണിച്ച് പറ്റിക്കായിരുന്നല്ലേ? മിത്ര പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ടടാ, പറഞ്ഞു ബുദ്ധിമുട്ടണം എന്നില്ല, എല്ലാം ഞാൻ കേട്ടതാ. നിനക്ക് ഇവിടെയായിരുന്നു ഇഷ്ടമെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ജീവിതം തൊളിച്ചത്? നിനക്ക് രണ്ടുപേരുടെയും കൂടെ ജീവിക്കാനാണോ ആഗ്രഹം? മിത്ര എന്തീ പറയുന്നത്? റാം, തൊട്ടു പോകരുത് അവളെ. നീ എന്ത് പറഞ്ഞടാ ചെറ്റി നിനക്ക് ഞാൻ അവളെ തന്നത്? ഈ ദേവൻ ആരാന്ന് നിനക്ക് ശരിക്കും അറിയില്ല റാം, നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ദേവേട്ട വേണ്ട, അയാളെ വിട്ടേക്ക്, നമുക്ക് പോവാം. ഒരു നിമിഷം പോലും ഞാൻ ഇയാളുടെ കൂടെ ഇനി നിൽക്കില്ല. ദേവേട്ട പോവാം. മിത്തു, നീ ഇങ്ങനെ കരയല്ലേ, എന്തുണ്ടെങ്കിലും ഞാനില്ലേ കൂടെ. ഏട്ടാ, അയാൾക്ക് വേണ്ടി എൻ്റെ വീട്ടുകാരെ പോലെ ഉപേക്ഷിച്ച് ഞാൻ പോയതല്ലേ? ഒരുപാട് സ്നേഹിച്ചു പോയി. എന്നിട്ടും എന്തിനാ എന്നോട് അയാൾ ഇങ്ങനെ? എനിക്കിപ്പോൾ ആരുമില്ല. ആര് പറഞ്ഞു മിത്തു നിനക്ക് ആരുമില്ലെന്ന്? അപ്പൊ ഞാനും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ആരാ? അതിനവർക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കില്ലേ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട്? മോനെ ദേവാ, നീ വന്നോ? നീ ഇരിക്ക്, അമ്മ ഫുഡ് എടുത്ത് വെക്കാം. എടുക്കുമ്പോ ഒരാൾക്ക് കൂടി എടുത്തോ മിത്തു. എൻ്റെ പൊന്നുമോളെ, എന്നോട് ക്ഷമിക്കമ്മേ. ഏട്ടാ, ഇതാരാ വന്നിരിക്കുക നോക്കി? നമ്മുടെ മോള്. മോളെ മിത്തു, അച്ഛൻ്റെ പൊന്നുമോളെ. സോറി അച്ഛ, നിങ്ങളെയൊക്കെ ഞാൻ വിഷമിപ്പിച്ചു അല്ലേ? സോറി, ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. ഞങ്ങളുടെ മോളോടല്ലേ നിങ്ങൾ ക്ഷമിക്കണ്ടേ? മോള് റൂമിൽ വെക്കൂ. ദേവ, എന്താ ഉണ്ടായേ? മോളെന്തിനാ നേരത്തെ എണീറ്റേ? അമ്മ വന്ന് വിളിക്കില്ലായിരുന്നു? എന്ത് പറ്റി? മുഖത്ത് ആകെ ഒരു ക്ഷീണം. മോളെന്തിനാ ഉറങ്ങിയില്ലേ? അറിയില്ലമ്മേ, എന്തോ ഒരു തലകറക്കം പോലെ തോന്നുക. ആണോ? എന്നാ മോളിരിക്കെ, അമ്മ ഒരു ചായ എടുക്കാം. അമ്മേ, മോളെ ഇതെന്താ പറ്റി? ഈശ്വര, ദേവാ, ഏട്ടാ ഒന്ന് വേഗം വാ. സാർ, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ഷീസ് ഫൈൻ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടായിരുന്നു. എനിവേ, കൺഗ്രാറ്റ്സ്, ഷീസ് പ്രഗ്നൻറ്റ്. 3 മാസമായി, റൂമിലുണ്ട്, നിങ്ങൾ കയറി കാണാട്ടോ. അയ്യോ എൻ്റെ കൃഷ്ണ, നീ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നെ. അമ്മേ, പപ്പ. നീ എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടരുത്. ഇപ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടെന്ന് ആലോചിക്കണം. എൻ്റെ കുഞ്ഞ് കരയരുത്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അതേ മിത്തു, ഇനി നീ ജീവിക്കേണ്ടത് നിന്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കണം. അതെ, ഇനി ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കണേ. പക്ഷേ നിങ്ങൾ എനിക്കൊരു പ്രോമിസ് തരണം, ഇതൊരിക്കലും റാമിനെ അറിയിക്കില്ലെന്ന്. മോളെ, എന്നാ നീ പോയി റെസ്റ്റ് എടുക്കുക. വേണ്ട, ഇപ്പൊ കിടക്കണ്ട. മോള് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും. വേണ്ട മോളെ, അതിനെക്കാട്ടും നല്ലത് ജ്യൂസാണ്. അയ്യോ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, കുറച്ച് സമാധാനം തന്നാൽ മതി. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ വേറൊരാൾ കൂടെ ഉള്ളതാ. അല്ലെങ്കിലും ഇപ്പം എന്നേക്കാൾ ഇഷ്ടം കുഞ്ഞിനോടാണല്ലോ എല്ലാവർക്കും. മിത്തു, നീ ജ്യൂസ് കുടിക്കും. മിത്തു, നീ കരയാണോ? ദേവേട്ട, നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ നിൽക്കുന്ന ഓരോ മണിക്കൂറും എനിക്ക് റാമിനെ കുറിച്ചുള്ള ഓർമ്മ വരും. പ്ലീസ്. നീ കരയാതിരിക്കുക, നമുക്ക് പോവാം. ഞാനെല്ലാം പെട്ടെന്ന് ശരിയാക്കാം. ഇപ്പോൾ നീ ഹാപ്പി ആയില്ലേ? ആയി. ഇത്
അമ്മയ്ക്ക് ഞാൻ എങ്ങനെയാ ദേവേട്ട നന്ദി പറയണ്ടേ? എന്തിനാ നന്ദി? നിന്നെയും നിന്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ ഉള്ളത്. ദേവേട്ട ഞാൻ പോയി കുറച്ച് സമയം കിടക്കട്ടെ. മിത്തു, ഇതുവരെ നീ റെഡിയായില്ലേ? ഇന്ന് തന്നെ പോകണോ ദേവേട്ട? ആ, ഇന്ന് തന്നെ പോകണം. ഓരോന്ന് ആലോചിച്ച് നിൽക്കാതെ വേഗം പോയി റെഡി ആയിട്ട് വാ. ശരി ദേവേട്ട. കുഞ്ഞും അമ്മയും നല്ല ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്. ഇനി പെയിൻ വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയാൽ മതി. ഞാൻ എന്തായാലും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കെയർ വേണം. എന്നാ ശരി ഡോക്ടർ, ഞങ്ങളെന്നാ ഇറങ്ങുവാണേ. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, കെയർ വേണമെന്ന്. നീ പോയി റെസ്റ്റ് എടുക്ക്. ആയിക്കോട്ടെ, ഞാനെന്നാ റൂമിലോട്ട് പോവാം. ജാനു, അമ്മയുടെ മോള് എപ്പോഴാ അമ്മയെ കാണാൻ വരുന്നേ? ഇനിയും അമ്മയ്ക്ക് കാത്തിരിക്കാൻ വയ്യ. എൻ്റെ മോള് പെട്ടെന്ന് കേട്ടോ. അല്ല മിത്തു, നീ ഇതെങ്ങോട്ട് പോവാ? അത് ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു. ഈ ചെരുപ്പം കിട്ടുന്ന ഞാൻ പുറത്തേക്കൊക്കെ നടക്കായിരുന്നു. ഇങ്ങതാ അവിടെ ഇരിക്കേ. അതെ, നീ ഇനി ഇതറിയാതെ പോയാ ഞാൻ എൻ്റെ മോളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോയത്. ഈ ചാച്ചനോട് മോക്ക് ദേഷ്യമുണ്ടോ? എന്താ ചാച്ച ഇത്? എൻ്റെ അച്ഛൻ പോലും എന്നെ ഇത്രയും സ്നേഹിക്കില്ല. അപ്പോൾ എന്നെ എൻ്റെ അമ്മയും പൊന്നുപോലെ നോക്കിയ ചാച്ചനോട് എനിക്ക് എങ്ങനെയാ ദേഷ്യം തോന്നാ? എൻ്റെ ലൈഫിൽ എൻ്റെ ചാച്ചൻ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുള്ളൂ. ഞാൻ അമ്മയെ എടുത്തോട്ട് പോയി വരാം. ആണോ? എൻ്റെ ജീവൻ എൻ്റെ ജാനുമോള്. എൻ്റെ മോള് പോയിട്ട് വാ. എനിക്ക് പിണക്കമൊന്നുമില്ലടാ. എൻ്റെ കുഞ്ഞിന് അമ്മയോട് ദേഷ്യമുണ്ടോ? അച്ഛനിൽ നിന്ന് അകറ്റിയതിന് എനിക്ക് ദേഷ്യമൊന്നുമില്ല അമ്മ. എൻ്റെ അമ്മയെ ഇത്ര വേദനിപ്പിച്ച ആളെ എനിക്കും വേണ്ടമ്മ. ദാറ്റ്സ് മൈ ഗേൾ. എനിക്കറിയാം അമ്മയെ മനസ്സിലാക്കാൻ എൻ്റെ മോൾക്ക് കഴിയുമെന്ന്. ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോവാ. ജാനുവിന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ആ മക്കളെ, പോയിട്ടോ. ജാനു, അമ്മമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണേ. പിന്നെന്താ, ജാനു വാങ്ങിക്കൊണ്ട് വരാലോ. മതി മതി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാവേ. ജാനു, ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ചാച്ചൻ എന്നോട് പറഞ്ഞല്ലോ എന്ത് വേണോലും വാങ്ങിക്കോളാൻ, അല്ലേ ചാച്ചാ? അതെ, എൻ്റെ മോക്ക് എന്താണോ ഇഷ്ടം അതെല്ലാം എൻ്റെ മോളെടുത്തോ. ദേവേട്ടാ, ദേവേട്ടനാ ഇവളെ എങ്ങനെ വഷളാക്കുന്നേ? മിത്ര. റാം, എനിക്ക് തന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. റാം, പ്ലീസ്, അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞില്ലേ? മോളെ പ്ലീസ്, ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാന്. റാം, നീ ഇവിടെ നിൽക്കാണോ? നിങ്ങൾ എവിടൊക്കെ നോക്കിയെന്നറിയോ? വന്നേ ദേവേട്ടാ, നമുക്ക് പോവാം. എനിക്കെന്തോ ഒരു തലവേദന പോലെ. എന്റെ കൃഷ്ണ, എന്തിനാ എന്നോടിങ്ങനെ?